വേദിയിലുള്ള ആദരണീയനായ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൻ്റെ ചെയർമാനും ഞങ്ങളുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയിൽ ഒരാൾ കൂടിയായിട്ടുള്ള ആരാധനായ കേരളത്തിൻ്റെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ശ്രീ ശശികുമാർ സാർ, അതുപോലെ തന്നെ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആരാധനായ ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ, കെൽട്രോണിൻ്റെ CGM കൂടിയായിട്ടുള്ള മുൻ CGM കൂടിയായിട്ടുള്ള ശ്രീ KV അനിൽകുമാർ അവർകൾ, അതേപോലെ തന്നെ വേദിയിലുള്ള ശ്രീ ഗൗരിദാസൻ നായർ സാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ കുടുംബ സുഹൃത്തു കൂടിയായിട്ടുള്ള ലേക്ക് ഷോ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയങ്കരനായ SK അബ്ദുള്ള സാർ, അതുപോലെ ശ്രീ K ഗോവിന്ദൻ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ്, അതുപോലെ ഇതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ അബൂബക്കർ സിദ്ദിഖ്, പ്രിയപ്പെട്ട വിജയേട്ടനടക്കം വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ. അപ്പം നമ്മളെ സംബന്ധിച്ച്, അൻവർക്കയെ സംബന്ധിച്ച് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ അനുസ്മരണവും ഓരോ ഓർമ്മകളും ഞങ്ങൾക്ക് നൽകുന്നത് അളവറ്റ ഊർജവും അതേപോലെ തന്നെ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തുമാണ്. ഏതാണ്ട് 2007-2008 കാലഘട്ടങ്ങളിൽ കേരളാവിഷൻ എന്ന പേരിൽ ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് അൻവർക്ക് അടങ്ങുന്ന, പ്രിയപ്പെട്ട സിദ്ദിഖാക്ക അടങ്ങുന്ന, ഗോവിന്ദേട്ടൻ അടങ്ങുന്ന, വിജയേട്ടൻ അടങ്ങുന്ന ഒരു വിഭാഗം നേതാക്കന്മാരായിരുന്നു. നമുക്കറിയാം, 10-17 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു മേഖലയിൽ സമ്പൂർണമായി വലിയ കുത്തകകൾ മാത്രം പ്രവർത്തിച്ചിരുന്ന, അല്ലെ കടന്നു വന്നിരുന്ന ഈ മേഖലയിലേക്ക് ഈ ചെറുകിട കേബിൾ TV രംഗത്തെ ഓപ്പറേറ്റർമാരുടെ ഭാവിയും സാധ്യതയും തിരിച്ചറിഞ്ഞ് 1.5 പതിറ്റാണ്ട് മുമ്പ് അവരാരംഭിച്ച ഒരു സ്ഥാപനം, അതിന് ഏറ്റവും അധികം നേതൃത്വം കൊടുത്തത് അൻവർക്കയാണ്. ആ സ്ഥാപനം ഇന്ന് ഈ മഹാരാജ്യത്തിലെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എണ്ണം പറഞ്ഞ കമ്പനികളിൽ 4-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തും എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ അന്ന് അവർ കാണിച്ച ആ ദീർഘവീക്ഷണപരമായ കാഴ്ചപ്പാടും നിലപാടും അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളുമായിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ അത് മാർഗദർശനമായത് അല്ലെങ്കിൽ വഴികാട്ടിയായത് ഇപ്പോൾ കേബിൾ TV മേഖലയ്ക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് മാത്രമല്ല, ഇതിന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ മാതൃക പിന്തുടരേണ്ട അനിവാര്യമായ സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യത്തിലെ പല മേഖലകളും എന്നുള്ളതാണ് വസ്തുത. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ കുത്തക കമ്പനികളുടെ വിവിധ മേഖലകളിലേക്കുള്ള കടന്നുവരവ്, അത് ചെറുതും വലുതും, ദേശീയ അന്തർദേശീയ കുത്തകകൾ നമ്മൾ പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള കുത്തകകളും നമ്മുടെ രാജ്യത്ത് ചെറുകിട മേഖലയ്ക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കേരളത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2 ലക്ഷത്തോളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കണക്ക്. അതിൽ പലചരക്ക് കടകളുണ്ട്, ചെറിയ വസ്ത്ര സ്ഥാപനങ്ങളുണ്ട്, ചെറിയ ചെറിയ മറ്റ് സ്റ്റേഷനറി കടകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ 2 ലക്ഷത്തോളം കടകൾ, ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു. അങ്ങനെ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആമസോണിൻ്റെ കടന്നുവരവുണ്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനെ പോലുള്ള വലിയ കമ്പനികളുടെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ലുലു മാൾ പോലും ഒരു കോർപ്പറേറ്റിൻ്റെ പട്ടികയിൽ വരും. അപ്പോൾ അത്തരത്തിലുള്ള ചെറുതും വലുതുമായ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ കടന്നുവരവിൽ ഈ കളം വിട്ടൊഴിയേണ്ടി വന്ന, ഈ രംഗമൊഴിയേണ്ടി വന്ന, ജീവിതം തന്നെ വഴിമുട്ടിയ ലക്ഷക്കണക്കിന് പേരുടെ അനുഭവങ്ങൾ നേർക്കാഴ്ചയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ അതിജീവിച്ച് ഇത്തരത്തിലുള്ള വലിയ വൻകിട കോർപ്പറേറ്റ് ശക്തികളുടെ കടന്നുവരവിനെ ചെറുത്തുനിന്ന് അതിജീവിച്ച് മറികടന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളുടെ പട്ടികയിലേക്ക് കടന്നു പോകാൻ, എത്തിച്ചേരാൻ കേരളാവിഷനെ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ പ്രാപ്തനാക്കിയ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് NH അൻവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റു മേഖലയിലെ വ്യക്തിത്വങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ സമൂഹത്തിന് കൂടി
വഴികാട്ടിയായി മാറുന്നത്. അപ്പം ആ നിലക്ക് അഭിമാനത്തോടു കൂടി ഞങ്ങൾ അദ്ദേഹത്തെ ഓർക്കാൻ, അനുസ്മരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ പുതിയ വെല്ലുവിളികൾ, വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, അതിൻ്റെ ബദൽ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ കേബിൾ ടി വി മേഖലയിൽ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കണക്ടിവിറ്റിയുള്ള കമ്പനിയാണ് കേരള വിഷൻ. രാജ്യത്തെ 4-ാം സ്ഥാനത്താണ് നമ്മൾ. രാജ്യത്തെ 4-ാം സ്ഥാനത്ത് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന 3 കമ്പനികൾ ഏതൊക്കെ എന്നുള്ളത് പ്രസക്തമാണ്. അതിലൊന്ന് മുകേഷ് അംബാനി നേതൃത്വം കൊടുക്കുന്ന റിലയൻസിൻ്റെ ജിയോ ആണ്. രണ്ടാമത് ഭാരതി എയർടെല്ലാണ്. മൂന്നാമത് BSNL ആണ്. നാലാമത് കേരള വിഷനാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഗണത്തിലേക്കാണ്, അവരുടെ ഒപ്പമാണ് കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ്റെ ഇന്നത്തെ സ്ഥാനം. ബ്രോഡ്ബാൻഡിൽ നമ്മൾ 6-ാം സ്ഥാനത്താണ്. പക്ഷേ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നവരാരാണ്? അത് പ്രസക്തമായ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഇലോൺ മസ്ക് ഇന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. അല്ലെങ്കിൽ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ ലൈസൻസ് മസ്കിന് കൊടുക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിനാദ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞത് റിലയൻസും എയർടെല്ലും വോഡാഫോൺ ഐഡിയയുമാണ്. 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ആ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം സ്പെക്ട്രം എന്നുള്ളത് രാജ്യത്തിൻ്റെ പൊതുസ്വത്താണെന്നും അത് ഏതെങ്കിലും ഒരു സ്വകാര്യ മേഖലയ്ക്ക്, സ്വകാര്യ വ്യക്തിക്ക് മാനദണ്ഡങ്ങളില്ലാതെ കൊടുക്കുന്നത് രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഇലോൺ മസ്കിനെ പോലെ നല്ലതും ചീത്തയുമായ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ, ഉദാഹരണത്തിന് ISRO പോലുള്ള രാജ്യത്തിൻ്റെ മിലിറ്ററി, ഇന്ന് വലിയൊരു മിലിറ്ററി ഓപ്പറേഷൻ ഇന്ന് നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം. നമ്മുടെ നിരപരാധികളായ 26 നിരപരാധികളായ സഹോദരന്മാരെ നിർദാക്ഷിണ്യം അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ വെടിവെച്ചു കൊന്ന ഭീകരന്മാർക്ക് രാജ്യം അതിൻ്റെതായ അർത്ഥത്തിൽ മറുപടി കൊടുത്ത സന്തോഷമുള്ള ദിവസം. പക്ഷെ അങ്ങനെ നമുക്ക് ഇത്തരം പ്രതിസന്ധികളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ബഹിരാഷ്ട്ര കുത്തുകൾക്ക് കടന്നു വരാൻ വേദി ഒരുക്കുമ്പോൾ അത് രാജ്യത്തെ സാധാരണക്കാരായ ചെറുകിട മേഖലയ്ക്ക് മാത്രമല്ല, അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഒരുപക്ഷെ ഭീഷണിയായേക്കാം എന്നുള്ളത് നാം കാണാതിരുന്നുകൂടാ. അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപദേശകനായി തീരുമാനിച്ചത് ഇലോൺ മസ്കിനെയാണ്. ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപിൻ്റെ നയം ഉക്രൈൻ റഷ്യയുടെ താല്പര്യത്തിന് കീഴടങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തന്ന പണം മുഴുവൻ തിരിച്ചു നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അനുകൂലിച്ച് ട്രംപ് പറഞ്ഞത്, നിങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ഞങ്ങൾക്ക് യഥാനിഷ്ഠം ഉപയോഗിക്കാനുള്ള അനുമതി തന്നില്ല എങ്കിൽ നിങ്ങളുടെ സൈനിക ആവശ്യത്തിനടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റാർലിങ്കിൻ്റെ സേവനം നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭീഷണിയാണ്. ഒരു രാജ്യം ഒരു സ്വകാര്യ കുത്തക മേധാവിയെ അതിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയുടെ ഭാഗമായി മാറ്റിയപ്പോൾ അത് നാളെ അവർക്ക് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് വളരുന്ന കാഴ്ച അനുഭവം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ന് പറഞ്ഞ സാങ്കേതികവിദ്യയെ മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ലോകത്തിന് മുമ്പിലേക്ക് വാതിലുകളും ജനാലകളും അടച്ച് അടയിരിക്കുവാൻ നമുക്ക് കഴിയില്ല. ഈ മാറുന്ന ലോകത്തിനനുസരിച്ച് മാറേണ്ട ഉത്തരവാദിത്വവും കടമയും കൂടിയുള്ള സമൂഹമാണ് വിവരവിനിമയ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ അടച്ചാക്ഷേപിക്കുകയല്ല, അടച്ചെതിർക്കുകയല്ല. മറിച്ച് നമുക്കെങ്ങനെ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളിലൂടെ, ഏത് തരത്തിലുള്ള നയങ്ങളിലൂടെ, ഏത് തരത്തിലുള്ള ബദൽ സാധ്യതകളിലൂടെ ഇതിന് പ്രതിവിധി കണ്ടെത്താം എന്നുള്ളതാണ്
ഇന്ന് എൻ്റെ ചൻവർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, ഈ സെമിനാറിൻ്റെ വിഷയം അതാണ്: വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്നുള്ളതാണ്. ഈ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള, പരിചയമുള്ള, പഠനങ്ങളുള്ള, അനുഭവങ്ങളുള്ള പ്രഗൽ വ്യക്തിത്വങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഒരിക്കൽ കൂടി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ അവരെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ആരാധ്യനായ NH അൻവർക്ക് അനുസ്മരിച്ചുകൊണ്ടും സംസാരിക്കുന്നതിനായി ബഹുമാന്യനായ ശ്രീ ശശികുമാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.